ഭൂമിയിലെ അൾത്താരയിൽ നിന്ന് സ്വർഗീയ അൾത്താരയിലേക്ക് ജോളിയച്ചന്റെ പുണ്യാത്മാവ് പറന്നുയർന്നിട്ട് ഏതാനും നിമിഷങ്ങളാകുന്നു. അച്ഛന്റെ ഈ പുണ്യാത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പുണ്യാത്മാവായ ജോളിയച്ചന്റെ ആത്മാവ് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമെന്ന് എനിക്കുറപ്പാണ്. അച്ഛന്റെ ജീവിതത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഒരു വികാരിയച്ഛൻ 24 മണിക്കൂറും വികാരിയച്ഛനായിരിക്കണം. അച്ഛനെ കാണുമ്പോഴൊക്കെ അച്ഛന്റെ കയ്യിൽ ജപമാല ഉണ്ടാകും, തന്റെ കീറി തുടങ്ങിയ വിശുദ്ധ ഗ്രന്ഥമുണ്ടാകും, യാമപ്രാർത്ഥനകളുടെ പുസ്തകമുണ്ടാകും. അൾത്താരയിൽ തീക്ഷ്ണതയുള്ള ആത്മീയ പിതാവും വചനമേശയിൽ ശക്തനായ പ്രവാചകനും സക്രാരിക്ക് മുമ്പിൽ നിത്യേന പ്രാർത്ഥിക്കുന്ന ഒരു പുരോഹിതനുമായിരുന്നു ജോളിയച്ചൻ. അൾത്താരയിൽ നിന്നിറങ്ങിയാൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി, എല്ലാവർക്കും സംലഭ്യനായി തീരുന്ന ജോളിയച്ചൻ. ഔസ്യപിതാവിന്റെ കലവറ എന്ന് പറഞ്ഞ് 5000-ൽ പരം വരുന്ന ജനങ്ങൾക്ക് അപ്പമായി നൽകാൻ ജോളിയച്ചൻ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. കൊറോണ കാലത്ത് വിശക്കുന്നവർക്ക് അന്നമായി കടന്നു വന്നതും ജോളിയച്ചനാണെന്ന് ഞാൻ ഓർത്തെടുക്കുകയാണ്. അച്ഛൻ എപ്പോഴും പാപങ്ങളോട് പക്ഷം ചേർന്ന് തന്റെ ജീവിതം അങ്ങേയറ്റം ലാളിത്യത്തോടുകൂടെ ജീവിച്ച ഒരു പുണ്യ പുരോഹിതനായിരുന്നു. നമുക്ക് തീർച്ചയായിട്ടും സ്വർഗത്തിനായി ഒരു വിശുദ്ധനെ സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കാം.